ജനുവരി ട്രാൻസ്ഫർ വിൻഡോ 1-ാം തീയതി ജനുവരി 1-ന് തന്നെ ഓപ്പൺ ആകുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഏതൊക്കെ പ്ലേയേഴ്സ് ഏതൊക്കെ ടീമുകൾ സൈൻ ചെയ്യും, ആരൊക്കെ ട്രാൻസ്ഫർ വിൻഡോയിൽ പങ്കെടുക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ ആഴ്സണൽ. പൊതുവെ ആഴ്സണലിന് ഈ വിൻഡോ ക്വിറ്റ് ചെയ്യാനാണ് സാധ്യത. അവരുടെ ഈ സ്ക്വാഡ് വെച്ച് അവർക്ക് പ്രീമിയർ ലീഗ് ഈസിയായി ജയിക്കാൻ സാധിക്കും. അവരുടെ ഇഞ്ചുറിയായി പുറത്തുപോയ ഹാവർട്സ്, ഗബ്രിയൽ ഇവരൊക്കെ തിരിച്ചെത്തിയാൽ അവരുടെ സ്ക്വാഡ് ശക്തി വീണ്ടും കൂടും. അതുകൊണ്ട് തന്നെ അവർ കാര്യമായി ആരെയും സൈൻ ചെയ്യാൻ ശ്രമിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ ആർട്ടേറ്റ ലോങ് ടൈം സൈനിങ്സിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർ സമ്മർ വിൻഡോയിൽ എത്തും, ക്യാഷ് എറിയും, പ്ലേയേഴ്സിനെ സൈൻ ചെയ്യും. അവർ പ്രധാനമായും 3 താരങ്ങളെ നോട്ടമിട്ടിട്ടുണ്ട്. കാരണം അവരുടെ കോൺട്രാക്റ്റ് ഈ സീസണോടുകൂടി അവസാനിക്കുന്ന പ്ലേയേഴ്സാണ്. അവർക്ക് വേണ്ടി ആഴ്സണൽ മുന്നിട്ടിറങ്ങും. ആദ്യത്തെ താരം AC മിലാൻ ഫുൾ ബാക്ക് ഡേവിഡ് ബാറ്റ്സൊക്കെയാണ്. ഫ്രാങ്ക്ഫർട്ടിൻ്റെ ഫോർവേഡ് ജീൻസ് മറ്റേയോ ബഹോയുമുണ്ട്. എൽച്ചെ മിഡ്ഫീൽഡർ റോഡ്രിഗോ മെൻഡോസയും ആഴ്സണലിൻ്റെ ലിസ്റ്റിലുണ്ട്. ഈ 3 പേരുടെയും കോൺട്രാക്റ്റ് അവസാനിക്കുന്നു ഈ സീസൺ ലാസ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഈ 3 പ്ലേയേഴ്സിനെയും സൈൻ ചെയ്യാൻ അവർ ശ്രമിക്കും. അടുത്തായി മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ 3 സൈനിങ്സാണ് നടത്തിയത്, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ. അതുപോലെ തന്നെ ഈ വിൻഡോയിലും അവർ ഒരു സൈനിങ് കൺഫേമായി. ഫാബ്രിസിയോ റൊമാനോ, ബാക്കി ന്യൂസ് എല്ലാവരും കൺഫേമായി എന്ന് പറയുന്ന സെമെന്യോ ടു മാഞ്ചസ്റ്റർ സിറ്റി ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇനി ഫാബ്രിസിയോ റൊമാനോയുടെ ഒരു ഹിയർ വി ഗോ അതുകൂടെ എത്തിയാൽ നമുക്ക് ഉറപ്പിക്കാം സെമെന്യോ ടു മാഞ്ചസ്റ്റർ സിറ്റി. സെമെന്യോ പറ്റി പറയുകയാണെങ്കിൽ 2023 ബോൺമൗത്തിലെത്തി. 100 കണക്കിന് മാച്ചുകൾ കളിച്ച അദ്ദേഹം 30 ഗോളുകൾ ബോൺമൗത്തിന് വേണ്ടി, 13 അസിസ്റ്റുകൾ എന്നിവ നൽകി. ഈ സീസണിൽ 8 ഗോളുകൾ ഇതുവരെ അദ്ദേഹം നേടി. സെമെന്യോന് വേണ്ടി ലിവർപൂൾ, ചെൽസി, ആഴ്സണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ടോട്ടൻഹാം എന്നീ തുടങ്ങി വമ്പൻ ക്ലബ്ബുകൾ പിന്നാലെ കൂടിയെങ്കിലും അദ്ദേഹം തിരഞ്ഞെടുത്തത് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു. പെപ്പിൻ്റെ സിറ്റി. ഇതോടുകൂടി പെപ്പും സംഘവും കൂടുതൽ ശക്തരാകും. പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ശക്തമായ വെല്ലുവിളി. കഴിഞ്ഞ സമ്മറിൽ അവർ റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം റോഡ്രിഗോയെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സാവിഞ്ഞോ ടോട്ടനാമിലേക്ക് പോയാൽ മാത്രം ആ ഡീൽ നടക്കും എന്നിരിക്കെ സാവിഞ്ഞോയ്ക്ക് ടോട്ടനാം നൽകിയ ബിഡ് സിറ്റി അംഗീകരിച്ചില്ല. സാവിഞ്ഞോ പോയില്ല, റോഡ്രിഗോ വന്നതുമില്ല. അതുപോലെ തന്നെ സിറ്റിയുടെ ഈ സീസൺ അവസാനം കോൺട്രാക്റ്റ് എക്സ്പയർ ആകുന്ന 2 താരങ്ങൾ ബെർണാർഡോ സിൽവയും ജോൺ സ്റ്റോൺസുമാണ്. അവർക്ക് പകരക്കാരെ കണ്ടെത്താൻ അവർ ഈ സീസൺ ഈ വിൻഡോ യൂസ് ചെയ്യില്ല. അത് മിക്കവാറും അടുത്ത സമ്മറിൽ തന്നെ ആയിരിക്കും. അവർക്ക് പകരക്കാരെ ഈ സമ്മറിൽ അവർ സൈൻ ചെയ്തിരിക്കും. അവർക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ കൊടുക്കില്ല. പിന്നെ സിറ്റിയുടെ ന്യൂസിലേക്ക് വന്നാൽ സിറ്റിയുടെ ട്രാഫോർഡ് സിറ്റി വിടും എന്നൊരു അഭ്യൂഹം പരന്നിരുന്നു. പക്ഷേ പെപ്പ് ഗാർഡിയോള അത് തള്ളി. ട്രാഫോർഡ് തുടരും. സിറ്റിയുടെ മറ്റൊരു ഗോൾ കീപ്പർ ഓർട്ടേഗ സിറ്റി വിടാൻ വിടും എന്ന് തന്നെയാണ് പറയുന്നത്. സിറ്റിക്ക് പിന്നെ വേണ്ടത് ഒരു റൈറ്റ് ബാക്കാണ്. റൈറ്റ് ബാക്ക് ഇപ്പോൾ മാത്യു ന്യൂനസ് അദ്ദേഹം ആ പോരായ്മ നികത്തുന്നുണ്ട്. എങ്കിലും ഒരു റൈറ്റ് ബാക്ക് അത്യാവശ്യമാണ്. ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ ലിവമെൻറ്റോയ്ക്ക് വേണ്ടി സിറ്റി കഴിഞ്ഞ തവണയും ശ്രമിച്ചിരുന്നു. അത് അടുത്ത സമ്മറിൽ തുടരും. എത്ര മില്യൺ വേണമെങ്കിലും പെപ്പ് ചെലവാക്കാൻ തയ്യാറാണ്. അത്രയ്ക്ക് കിടിലം പ്ലെയറാണ് ലിവമെൻറ്റോ. പെപ്പ് പറഞ്ഞാൽ വിയന്ന അത് സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അടുത്ത ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെമിനിക്ക് വേണ്ടി കുറേ പൊരുതി. പക്ഷേ യുണൈറ്റഡിനൊന്നും കിട്ടിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. യുണൈറ്റഡ്സോ വേറെ സൈനിങ്സിന് വേണ്ടി പുറപ്പെടും. അമോറിയം, കോബി മൈനോ അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അറിയില്ല. കോബി മൈനോയ്ക്ക് സ്ഥാനം ലഭിക്കാതെയായിട്ട് കുറേ നാളുകളായി. കോബി മൈനോ ഈ വിൻഡോയിൽ ടീം വിടുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി. അതുപോലെ തന്നെ ഈ സീസൺ അവസാനത്തോടുകൂടി കാസിമിറോ, ഹാരി മഗ്വയർ എന്നിവരുടെ കോൺട്രാക്റ്റ്
എക്സ്പയർ ആകും. അത് ഒരിക്കലും റിന്യൂ ആക്കും എന്ന് തോന്നുന്നില്ല. അവർ ടീം വിടും. അവർക്ക് പകരക്കാരെ കണ്ടെത്താൻ അവർ സമ്മറിലെ ശ്രമിക്കൂ, അതോ ഈ സീസണിൽ, ഈ ടൈമിൽ, ഈ വിൻഡോയിൽ ശ്രമിക്കുമോ എന്ന് കണ്ടറിയണം. 2019 യുണൈറ്റഡിലെത്തിയ മഗ്വയറും അങ്ങനെ യുണൈറ്റഡ് വിടാനൊരുങ്ങുന്നു. ലിവർപൂൾ കഴിഞ്ഞ സമ്മർ വിൻഡോയിൽ 200 മില്യൺ പ്ലസ് ചെലവാക്കി താരങ്ങളെ എത്തിച്ച ലിവർപൂൾ ഈ വിൻഡോയിലും പണപ്പെട്ടിയുമായി ഇറങ്ങും. അതിനൊരു കാരണമുണ്ട്. പ്രീമിയർ ലീഗിൽ അവരുടെ വളരെ മോശം തുടക്കം, അവർ നടത്തിയ വലിയ സൈനുകൾ വമ്പൻ പരാജയമായ ലിവർപൂൾ സൈൻ ചെയ്ത പലരും ഫ്ലോപ്പ്. ഇത്തവണ അവർ മെയിനായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഒരു സെൻറ്റർ ബാക്ക്, ഒരു വിങ്ങർ, ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ എന്നിങ്ങനെയായിരിക്കും. കഴിഞ്ഞ വിൻഡോ അവസാനിക്കാതിരിക്കെ ക്രിസ്റ്റൽ പാലസ് താരം മാർക്ക് ഗുയിഹെ സൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു ക്ഷീണം അവർക്കുണ്ട്. അത് നികത്താനായിരിക്കും അവർ ആദ്യം ശ്രമിക്കുക. അദ്ദേഹത്തെ കൂടാരത്തിലെത്തിക്കാൻ അവർ എങ്ങനെയും ചെയ്യും. പിന്നീട് വന്നാൽ സലാ സ്ലോട്ട് ഇഷ്യൂ എത്രത്തോളം സോൾവ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. സലാ ഇപ്പോൾ ഈജിപ്തിന് വേണ്ടി ആഫ്കോൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിന് വേണ്ടി അദ്ദേഹം തകർപ്പൻ ഫോമിലാണ്. ആഫ്കോണിൽ ഈജിപ്റ്റ് എത്ര മുൻപോട്ട് പോകുന്നു അത്രയും വൈകി മാത്രമേ അയാൾ ലിവർപൂളിൽ തിരിച്ചെത്തൂ. ഇതുവരെ ലിവർപൂളിന് ഒരു കോൺടാക്റ്റും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല, പ്രത്യേകിച്ച് സൗദി ലീഗിൽ നിന്നും. അതുകൊണ്ട് തന്നെ സലാ ടീം വിടുമെന്ന കാര്യം ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല. അടുത്ത സമ്മറിലോടുകൂടി മാത്രമേ സലാ ടീം വിടൂ എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്താൻ സാധിക്കുന്നത്. അടുത്തതായി ഇബ്രാഹിം കൊണാറ്റെ, ലിവർപൂൾ താരം. ഈ സീസൺ അവസാനത്തോടുകൂടി കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് പുതിയ കോൺട്രാക്റ്റ് നൽകി നിലനിർത്താൻ ലിവർപൂൾ ഒരിക്കലും ശ്രമിക്കില്ല. കാരണം അദ്ദേഹം വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം അനവധി മത്സരങ്ങൾ ലിവർപൂൾ തോറ്റു. കഴിഞ്ഞ സമ്മറിൽ കൊണാറ്റയ്ക്ക് വേണ്ടി റയൽ മാഡ്രിഡ് എത്തിയിരുന്നു. ഇനി അവർ എത്തുമോ എന്നും ആരെങ്കിലും എത്തുമോ എന്നും ഡൗട്ടാണ്. പിന്നീട് വന്നാൽ ചെൽസിക്കാരുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരു പ്ലേയേഴ്സിൻ്റെ ആവശ്യമില്ല. ഇഷ്ടംപോലെ പ്ലേയേഴ്സ്, ടാലൻറ്റഡ് പ്ലേയേഴ്സ്, ജസ്റ്റ് യൂസ് ചെയ്യുക, അത്രമാത്രം. പിന്നീട് അവർക്കുള്ളത് സ്റ്റെർലിങ്ങിന് വേണ്ടി ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കാം. ആ ഒരു ചിന്ത മാത്രം ചെൽസിക്ക്. പിന്നീട് വന്നാൽ ന്യൂകാസിൽ യുണൈറ്റഡ്. ഡിഫൻസിൽ ഇഞ്ചുറി കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ന്യൂകാസിൽ യുണൈറ്റഡ് ഈ വിൻഡോയിൽ അത് പരിഹരിക്കണം അവർക്ക്. അതുകൊണ്ട് അവർ ഇസാക്കിനെ വിറ്റ പൈസയുമായി അവർ ഇറങ്ങും. ഓൾറെഡി ലിവമെൻറ്റോ പരിക്ക് പറ്റി പുറത്താണ്. അവരുടെ റൈറ്റ് ബാക്ക് കിരിയൻ ട്രിപ്പർ കോൺട്രാക്റ്റ് ഈ സീസൺ അവസാനത്തോടുകൂടി അത് എക്സ്പയർ ആകും. അയാൾക്ക് പകരക്കാരെ കണ്ടെത്തണം. അതുമാത്രമല്ല, അവർക്ക് ഫുൾ ബാക്ക് ഇപ്പോൾ ലേവിസ് മിലെ ആണ് അവരുടെ ഫുൾ ബാക്ക്. അദ്ദേഹം ആ വിടവ് നികത്തും. എങ്കിലും ബിസി ഷെഡ്യൂൾ മാച്ചസ്, അയാൾക്ക് പരിക്ക് പറ്റിയാൽ ന്യൂകാസിൽ ബുദ്ധിമുട്ടും. അവർക്ക് ഇനി വരാൻ പോകുന്ന മികച്ച മത്സരങ്ങൾ, ധാരാളം മത്സരങ്ങൾ. കാരബാവോ കപ്പ് സെമിഫൈനൽ, ലൂസിയൻ, പ്രീമിയർ ലീഗ്, FA കപ്പ് എന്നീ വമ്പൻ മത്സരങ്ങൾ വരാനിരിക്കുന്നു. അതുകൊണ്ട് ന്യൂകാസിൽ ഒരിക്കലും റിസ്ക് എടുക്കാൻ മുതിരില്ല. അവർ പുതിയ സൈനിങ്സിന് വേണ്ടി ശ്രമിക്കും, സൈനിങ് ചെയ്യും. ഇതുവരെ അവരുടെ ഇഞ്ചുറി ലിസ്റ്റ് നീണ്ടുകൊണ്ടിരിക്കുന്നു. ലിവമെൻറ്റോ, ബോട്ട്മാൻ, ട്രിപ്പിയർ എന്നിവർ ഓൾറെഡി പുറത്താണ്. അതുകൊണ്ട് അവർ ഒരു സൈനിങ്ങിനായി എന്തുകൊണ്ടും അവർ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ വിൻഡോ ന്യൂസുകൾ. കൂടുതൽ ന്യൂസുകൾ, വിവരങ്ങൾ എന്നിവയുമായി ഞാൻ വീണ്ടും എത്തും. ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇനി എങ്ങനെയെങ്കിലും കാണാൻ സാധിക്കുകയാണെങ്കിൽ, ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഞാനത് തിരുത്തി അടുത്ത മത്സരത്തിൻ്റെ അവലോകനമായി ഞാൻ വീണ്ടും എത്തും. സോ അതുവരെ നന്ദി, നമസ്കാരം.